ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം മിക്കവരും തന്നെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ പറയുകയാണെങ്കിൽ റീൽസ് എടുക്കുന്നവരായിരിക്കും. അതുപോലെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എല്ലാ സോഷ്യൽ മീഡിയസിലും റീൽസും അതുപോലെ തന്നെ വ്ളോഗും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ നമ്മൾ ചിലവർ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ആയിരിക്കും. കണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടി നമ്മൾ പോകുന്ന വഴിയിലും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിടത്തിലൊക്കെ നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഫോണുമായിട്ട് പോകും. അപ്പോൾ ഇനി മുതൽ എനിക്കുണ്ടായൊരനുഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ചില ആൾക്കാർ പബ്ലിക്കായിട്ടുള്ള ചിലർ പബ്ലിക്കിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം എന്നില്ല. അപ്പോൾ അത് മുഖേന നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈയിടെ ഞാൻ ജസ്റ്റ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അതൊരു പബ്ലിക്കിലൊരു പേഴ്സണ് ഇഷ്ടപ്പെടാതിരിക്കുകയും കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളും ഉണ്ടായി. വലിയ ഇഷ്യൂ ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള ഇഷ്യൂ. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ അത് ചിലവർ റിയാക്ട് ചെയ്യും. കാരണം നമ്മൾ ഫോൺ എടുത്ത് നമ്മളൊരു വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ഫേസ് കാണും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നടക്കുന്നതായിരിക്കും, ഇരിക്കുന്നതായിരിക്കും, അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ചെന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു പൊതുനിരത്തിൽ ചെന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ ചെന്നാൽ ചിലവർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ജസ്റ്റ് അവരോട് ചോദിച്ച് അവരുടെ ഒരു കൺസെൻറ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു പണി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മറ്റുള്ളവരൊരു ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ചാനൽ വരെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് വരെ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു.